നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചുണ്ടുകൾ അല്ലെങ്കിൽ ലിപ്സിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് നമുക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പെട്ടെന്ന് പറയാം, നമുക്ക് എന്തെങ്കിലും ടൂത്ത് പേസ്റ്റിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രിസർവേറ്റീവ് ഒക്കെ മൂലമുള്ള പ്രശ്നം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ബാഡ് എഫക്ട്സ് മൂലമോ അല്ലെങ്കിൽ മുഖത്ത് പുരട്ടുന്ന ഏതെങ്കിലും ഒരു ക്രീമിൻ്റെ ബാഡ് എഫക്റ്റോ ആണ് നമ്മുടെ ചുണ്ടുകളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിക്കും കാണുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ ആംഗിൾസിലാണ്. ഈ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് പൊട്ടൽ രൂപപ്പെടും. ഈ രണ്ട് ആംഗിൾസിലായിട്ട് ചുണ്ടിൻ്റെ ആംഗിൾസിലായിട്ട് പൊട്ടല് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ ചെറിയ വ്രണം പോലെ രൂപപ്പെട്ടു വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ പ്രശ്നമോ അലർജിയോ ആയിരിക്കാം എന്നാണ് മിക്കവാറും അങ്ങനെയായിരിക്കും വരാറ്. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ എപ്പോഴും സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു, നമുക്ക് തന്നെ എപ്പോഴും ചുണ്ടുകൊണ്ട് നനയ്ക്കാൻ അല്ലെങ്കിൽ നാക്കുകൊണ്ട് നനയ്ക്കാൻ പോലെ തോന്നുന്ന രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഉള്ളെങ്കിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ കുറവ് മൂലം അങ്ങനെ ചുണ്ടുകൾ ഡ്രൈ ആകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ചാപ്ഡ് ലിപ്സ് ആണെങ്കിൽ ലിപ്സ് നന്നായിട്ട് വരഞ്ഞു കീറി പൊട്ടുന്നുണ്ട്, ഡ്രൈനെസ് മാത്രമല്ല പൊട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തല്ലാതെ നമ്മുടെ ചുണ്ടുകൾ പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവാണ്. അപ്പോൾ ബി കോംപ്ലക്സ് അതുപോലെ B6 B12 ഇതിൻ്റെ ഒക്കെ കുറവ് മൂലം ഈ പറഞ്ഞതുപോലെ ചുണ്ടുകൾ പൊട്ടാം. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് വൈറ്റമിൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊട്ടുന്ന ചുണ്ടുകൾ, നമുക്ക് വേനൽക്കാലത്തൊക്കെ സാധാരണ ചുണ്ട് പൊട്ടുന്നത് കുറവാണല്ലോ, അപ്പം ആ സമയത്തും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം. അതുപോലെ വൈറ്റമിൻ B12 ആണ് നമുക്ക് കുറയുന്നതെങ്കിൽ ചുണ്ടുകൾ ഡാർക്കായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അത് അങ്ങിങ്ങായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ചുണ്ടിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ലിപ്സ്, മിക്കവാറും പേർക്ക് നല്ല ഡാർക്ക് ലിപ്സ് ഉണ്ടാകുന്ന സൺ ടാൻ മൂലമാണ്. അതുപോലെ സ്മോക്കിംഗ് മൂലമുള്ളത് നമുക്കറിയാം, സ്മോക്ക് ചെയ്തവർക്കറിയാം ഞാൻ സ്മോക്കിംഗ് മൂലമാണല്ലോ എന്നുള്ളത്. അല്ലാത്തവർക്ക് എന്താ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മിക്കവാറും സൺ ടാൻ മൂലം നന്നായിട്ട് ചുണ്ടിലെ തൊലി അല്ലെങ്കിൽ ചുണ്ടിലെ സ്കിൻ കറുത്തേക്കാം. അതുപോലെ ഡീഹൈഡ്രേഷൻ മൂലവും നമ്മൾ വേണ്ട അളവിലുള്ള ജലാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നമ്മൾ കാലാകാലങ്ങളായിട്ട് ചില മരുന്നുകൾ കഴിച്ചു വരുന്നുണ്ടെങ്കിൽ വേറെ ഒരു കാരണവും ഈ ചുണ്ടിൻ്റെ ഡിസ്കളറേഷന് കാണുന്നില്ല, ലിപ്സ് ഭയങ്കരമായിട്ടും ഡിസ്കളറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന് തുടർച്ചയായിട്ട്, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്, ഇപ്പോൾ പ്രമേഹത്തിനോ BP-ക്കോ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഡിസിൻ തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ടോ, 2-3 വർഷമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെയോ ലിപ്സ്റ്റിക്കിൻ്റെയോ അതൊക്കെ നല്ല ബ്രാൻഡഡ് അല്ലാത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സോ ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെയും ആ ചുണ്ടിന് ഡാർക്ക്നെസ് വരാം. മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും അലർജി ആണ് വരുന്നതെങ്കിൽ ചുണ്ടിലെ സ്കിൻ കുറച്ച് തടിച്ചു വരികയും ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പം ഭക്ഷണത്തിൻ്റെ അലർജി ആവാം, അല്ലെങ്കിൽ ഡസ്റ്റ് പോലത്തെ സംഭവത്തിന്, അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനത്തിന് അലർജി ആവാം എന്നുള്ളതാണ്. ഇപ്പോൾ ചീപ്പ് പ്രൊഡക്ട്സ് എല്ലാം അലർജി ആക്കണം എന്നില്ല. മേക്കപ്പ് പ്രൊഡക്ട്സ്, ചീപ്പ് പ്രൊഡക്ട്സ് നമ്മൾ ഓവർ ദി ടൈം യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അലർജി ഉണ്ടാക്കുന്ന ചില പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങളോ ഡസ്റ്റോ ഒക്കെ ചുണ്ടിൽ നീരും അല്ലെങ്കിൽ ചൊറിച്ചിലും വരുത്തും, അല്ലെങ്കിൽ റെഡ്നെസ്സും വരുത്താനാണ് സാധ്യത കൂടുതൽ. ചുണ്ട് ഭയങ്കരമായിട്ടൊരു ഭയങ്കര പ്ലം ആയിട്ടിരിക്കും. ഇതുപോലെ അലർജി വന്നിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലും ഉണ്ടാവും. ഇതാണ് ചുണ്ടിലെ നമുക്ക് ഡിഫറൻസസ് നോക്കിയിട്ട് എന്തൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.